ബംഗ്ലാദേശിൽ സംഭവിക്കേണ്ടത് സംഭവിച്ചു. സംഭവാമി യുഗേ യുഗേ. ഇതിൻ്റെ രാഷ്ട്രീയമായ നയതന്ത്രപരമായ കാര്യങ്ങളെപ്പറ്റി സാമർഥ്യത്തോടെ സംസാരിക്കുവാൻ കെൽപ്പുള്ള അനേകം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരോട് ശ്രദ്ധാപൂർവം കേട്ട് ബുദ്ധി പഠിക്കുകയല്ലാതെ അവർ പറയുന്നതിനപ്പുറത്ത് എന്തെങ്കിലും പറയുവാൻ എനിക്ക് യോഗ്യതയില്ല, കെൽപ്പില്ല. അതുകൊണ്ട് ഞാനതിന് ഉദ്യമിക്കുന്നില്ല. എന്നാൽ ഭൂരിപക്ഷം ആളുകളും പ്രസ്താവിക്കുവാൻ കൂട്ടാക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെപ്പറ്റിയും കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചിട്ടുള്ള ചരിത്ര യാഥാർത്ഥ്യങ്ങളെപ്പറ്റിയും നിങ്ങളുമായി ഞാൻ പങ്കിടുന്നത് എന്ന് ഇതിനോടകം ഏവരും മനസ്സിലാക്കി കാണും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബംഗ്ലാദേശിൽ ശ്രദ്ധേയമായ ഒരു രാഷ്ട്രീയ അട്ടിമറി നടന്നിരിക്കുന്നു. അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ജീവനും കൊണ്ടോടി ഡൽഹിയിലെത്തി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അതിഥിയായി നമ്മുടെ സംരക്ഷണത്തിൽ ഇപ്പോൾ കഴിയുന്നു. ഇത് സംഭവിക്കും, ഇങ്ങനെ മാത്രമേ സംഭവിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. ബംഗ്ലാദേശിൽ കുറേ നാളുകളായി സ്ഥിതി ചെയ്തിരുന്ന വലിയ ശ്വാസം മുട്ടൽ അവസാനിപ്പിക്കുവാൻ ഇതല്ലാതെ മറ്റു മാർഗവുമില്ല എന്ന് ഏകദേശം നിശ്ചയമായിരുന്നു എന്ന് നമുക്കേവർക്കും അറിയാവുന്നതാണ്. ഈ ഒരു സംഭവത്തിൽ കൂടെ നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇത് മാത്രമാണ് എനിക്ക് നിങ്ങളുമായി പങ്കിടാനുള്ള ചിന്ത. ഇവിടെ നാം ആദ്യമായി പരിഗണിക്കേണ്ടത് ഷെയ്ഖ് ഹസീന ഒരു വലിയ പാരമ്പര്യത്തിൻ്റെ ഉടമയാണ്. ഷെയ്ഖ് മുജിബുർ റഹ്മാൻ, ഭാരതത്തിന് മഹാത്മാഗാന്ധി എന്താണോ അതാണ് ഷെയ്ഖ് മുജിബുർ റഹ്മാൻ ബംഗ്ലാദേശ്. ഈസ്റ്റ് പാകിസ്ഥാൻ ബംഗ്ലാദേശായി രൂപാന്തരപ്പെടുവാൻ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചത് ഷെയ്ഖ് മുജിബുർ റഹ്മാനും അദ്ദേഹത്തിൻ്റെ അവാമി ലീഗ് പാർട്ടിയുമാണ് എന്ന് നമുക്ക് അറിയാം. ഞാൻ വ്യക്തിപരമായി അനുഭവിച്ച ഏക യുദ്ധം 1971 ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനായി ചെന്ന ഏതാനും മാസങ്ങൾക്ക് ശേഷം ഈസ്റ്റ് പാകിസ്ഥാനെ ലിബറേറ്റ് ചെയ്യാനായി മിസ്സസ് ഇന്ദിരാഗാന്ധി തീരുമാനിച്ച് അങ്ങനെ പുറപ്പെട്ട യുദ്ധമാണ്. അതിൽ ഡൽഹി ആക്രമിക്കപ്പെട്ടില്ല എങ്കിലും യുദ്ധം ആരംഭിച്ചപ്പോൾ മുതൽ അവസാനിക്കുന്നത് വരെ ഡൽഹി കർഫ്യൂവിലായിരുന്നു. മാത്രമല്ല, ഞാൻ ആ ഏകദേശം രണ്ടാഴ്ചകളിൽ ഒട്ടുമുക്കാലും എൻ്റെ സമയം ചിലവഴിച്ചത് ഡൽഹി റെയിൽവേ സ്റ്റേഷനിലായിരുന്നു, രാത്രി ഒഴിച്ച്. അതിലേ പോകുന്ന പട്ടാളക്കാർക്ക് ചായ, കടി, കുടി ഇതൊക്കെ ഉണ്ടാക്കി ഞാൻ പാചകം ചെയ്യുകയല്ല, അത് ക്രമീകരിച്ചു കൊണ്ടുവരുന്ന ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. എനിക്ക് ചെറുപ്പമായതുകൊണ്ട് വലിയ ആവേശമായിരുന്നു. അടിച്ചമർത്തപ്പെട്ടൊരു ജനം സ്വാതന്ത്ര്യത്തിൻ്റെ സുപ്രഭാതം കാണാൻ പോകുന്നുവെന്ന് കേട്ടപ്പോൾ എൻ്റെ മനസ്സ് വികാരവിജൃംഭിതമായി. അതുകൊണ്ട് ഏത് ക്ലേശവും സഹിച്ചാലും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ സൈനികർക്ക് ഒരു കുറവും വരരുത് എന്ന് വിചാരിച്ച് ഞാൻ നന്നെ അധ്വാനിച്ചതൊക്കെ ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അന്ന് ഷെയ്ഖ് മുജിബുർ റഹ്മാനെ പറ്റിയുള്ള ആ ഒരു ധാരണ ഗാന്ധിയുടെ മരണശേഷമാണ് ഞാൻ ജനിച്ചത് എന്നതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ മുഖാമുഖമായി കണ്ടിട്ടില്ല. ഏതാണ്ട് അതിനോടടുത്ത് വരുന്ന വിധത്തിലായിരുന്നു ഷെയ്ഖ് മുജിബുർ റഹ്മാൻ്റെ സ്ഥാനം. എന്നാൽ ഇന്നലെ ഞാൻ കണ്ടത് ഒരു JCB കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ വലിയ അതികായമായ പ്രതിമ തച്ചുടയ്ക്കുന്നതായിട്ടാണ്. കാലം എത്ര പെട്ടെന്ന് മാറി മറയുന്നു എന്നത് ഒരു സംഭവം കൊണ്ടല്ല, അനേക സംഭവം നമുക്കറിയാം. ഇപ്പോൾ സദ്ദാം ഹുസൈനിൻ്റെ പ്രതിമയും ജനം വലിച്ചു താഴെയിട്ട് ചവിട്ടി മെതിച്ചത് നാം കണ്ടിട്ട് അധികം നാളായില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്?
ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒഴിവാക്കാൻ സാധ്യമാകുമോ, ആകണം? ഇങ്ങനെയുള്ള ചിന്തകൾ നാം പരിഗണിക്കുന്നത് ഒരു പക്ഷേ പ്രയോജനപ്പെടും എന്നതാണ് ഞാൻ കരുതുന്നത്. നാം ഈ ഷെയ്ഖ് ഹസീനയെ പറ്റി പറയുമ്പോൾ അവർ ദീർഘനാളായി ബംഗ്ലാദേശ് ഭരിക്കുന്ന ഒരു വ്യക്തിയാണ്. അവരുടെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിന് കാര്യമായ നേട്ടങ്ങളുണ്ടായിട്ടുണ്ട്. ഭാരതത്തേക്കാൾ മെച്ചമായി പ്രവർത്തിക്കുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥിതി ബംഗ്ലാദേശിൽ നിർമ്മിച്ചെടുക്കുവാൻ അവർക്ക് കഴിഞ്ഞു. അസൂയാവഹമായ പുരോഗതി കൈവരിച്ചു. ലോകത്തിലെമ്പാടും ബംഗ്ലാദേശിനെ പറ്റി ഏതാണ്ട് ബഹുമാനപുരസ്സരമായ പരാമർശങ്ങൾ ഉണ്ടാകുവാൻ തുടങ്ങി. എന്നാൽ ഈ അടുത്ത കാലത്ത്, പ്രത്യേകിച്ച് 2020 ശേഷം അവർ സ്വച്ഛാധിപത്യത്തിൻ്റെ മനോഭാവത്തിലേക്ക് കടന്നുപോയി. എതിരാളികളെ അടിച്ചമർത്തുക, പ്രതിപക്ഷ പാർട്ടിയിലെ ആളുകളെ കാരാഗ്രഹത്തിൽ അടയ്ക്കുക, ഏകപക്ഷീയമായ തിരഞ്ഞെടുപ്പുകൾ നടത്തുക, ഇങ്ങനെയുള്ള കലാപരിപാടികൾ. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിന്നല്ലെങ്കിൽ നാളെ ഭാരതത്തിനും അന്വർത്ഥമാകും എന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഒരു കാലത്ത് ബംഗ്ലാദേശ് വളരെയധികം പട്ടിണി, സാമ്പത്തികമായ പരാധീനത അനുഭവിച്ച ഒരു ഇടമായിരുന്നു. പ്രത്യേകിച്ചത് ഈസ്റ്റ് പാകിസ്ഥാൻ ആയിരുന്ന കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഏതാനും ദശാബ്ദങ്ങളും അങ്ങനെ തന്നെ. അങ്ങനെ പട്ടിണിയിലാണ്ട് കിടന്നൊരു ജനത്തിന് ഏറ്റവും താല്പര്യമുണ്ടായിരുന്നത് അവരുടെ സാമ്പത്തികമായ വളർച്ചയിലാണ്. എന്നാൽ സാമ്പത്തികമായി വളർന്നു കഴിയുമ്പോൾ അവർക്ക് സ്വാതന്ത്ര്യം വേണം. ഇത് വളരെ നാം ശ്രദ്ധിക്കേണ്ട ഒരു മർമ്മമാണ്. പ്രത്യേകിച്ച് സ്വേച്ഛാധിപതികളാകുവാൻ താല്പര്യമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മർമ്മമാണിത്. ഒരു ജനതയ്ക്ക് സാമ്പത്തികമായ പരാധീനത മുറ്റി നിൽക്കുമ്പോൾ അവരുടെ ജീവിത ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള വിഭവങ്ങൾ അവർക്ക് ഇല്ലാതെയാകുമ്പോൾ അവർക്ക് സ്വാതന്ത്ര്യത്തെപ്പറ്റി വലിയ ബോധ്യമൊന്നും ഉണ്ടാകണമെന്നില്ല. അവർക്ക് ആകെപ്പാടെ വേണ്ടത് 3 നേരത്തെ ആഹാരത്തിനുള്ള വക കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സ്വേച്ഛാധിപതികളായി പ്രവർത്തിക്കുന്ന നേതാക്കന്മാരെപ്പോഴും ബഹുഭൂരിപക്ഷം ജനങ്ങളും പട്ടിണിപ്പാവങ്ങളായി തന്നെ തുടരണം, അതിന് ഉതകുന്ന വിധത്തിലുള്ള ഭരണരീതികളും പോളിസികളും മാത്രമേ ആവിഷ്കരിക്കേണ്ടതുള്ളൂ എന്ന നിഗമനത്തിൽ എത്തിച്ചേരുന്നത്. അതുകൊണ്ടാണ് ഡിക്റ്റേറ്റർഷിപ്പ് അല്ലെങ്കിൽ സ്വേച്ഛാധിപത്യം, ഹിന്ദിയിൽ താനാഷാഹി, ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനത്തിൻ്റെ ശത്രുവാണ് എന്ന് വിവേകമുള്ളവർ പറയുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ഒരു ഗ്രാഹ്യവുമില്ലാത്ത ആളുകൾ പറയും സ്വേച്ഛാധിപതികളുണ്ടെങ്കിൽ മാത്രമേ ഒരു രാജ്യം വികസിക്കുകയുള്ളൂ. കാരണം ജനാധിപത്യമായ പ്രക്രിയയിൽ കൂടെ ഒന്നും മുൻപോട്ട് പോകുവാൻ സാധ്യമല്ല. കാരണം ജനാധിപത്യത്തിൽ വരുമ്പോൾ ജനങ്ങളുടെ ഹിതമെന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കണം, ജനങ്ങളെ ഇങ്ങനെയുള്ള പ്രക്രിയകളിൽ പങ്കെടുപ്പിക്കണം, നയങ്ങളെപ്പറ്റി പൊതുവായ ചർച്ചകളുണ്ടാകണം, ആളുകളെ രമ്യതപ്പെടുത്തണം, കൺസെൻസസ് ഉണ്ടാക്കണം. ഇതൊക്കെ ചെയ്തു വരുമ്പോഴത്തേക്ക് ഒരു തലമുറ കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് ഒന്നും ചെയ്യാനൊക്കാത്ത, സാധ്യതകളെ നിർവീര്യമാക്കുകയും ഭാവിയുടെ കണ്ണടയ്ക്കുകയും ചെയ്യുന്ന പരിപാടിയാണ് ജനാധിപത്യ രീതി എന്നതാണ് പൊതുവായ ചിന്ത. ഈ ഒരു ചിന്ത ഏറ്റവും പ്രാഗൽഭ്യത്തോടെ വെല്ലുവിളിച്ച ഒരു ചിന്തകനാണ് അമർത്യ സെൻ എന്ന് നമുക്കറിയാം. പക്ഷെ അദ്ദേഹം അത് ഡെമോക്രസി അല്ലെങ്കിൽ ജനാധിപത്യ ഭരണവും പട്ടിണിയും തമ്മിലുള്ള ബന്ധം, പ്രത്യേകിച്ച് ക്ഷാമം ഉണ്ടാകാതിരിക്കത്തക്ക വിധത്തിൽ ജനക്ഷേമത്തെ എപ്രകാരം മുൻനിർത്തി ജനാധിപത്യ ഭരണം സംവിധാനം പ്രവർത്തിക്കും എന്ന് ഇങ്ങനെയുള്ള വിഷയങ്ങളെപ്പറ്റി വളരെ ആധികാരികമായി അദ്ദേഹം പ്രസ്താവിച്ചിട്ടുണ്ട്. he is the greatest economist on poverty, the economics of poverty. നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പം പാവപ്പെട്ടവരെ പറ്റി സംസാരിക്കുന്നവരെല്ലാം സ്വാതന്ത്ര്യത്തെപ്പറ്റി സംസാരിക്കുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട്
ഈസ് ഓൾസോ ദ ഫോർമോസ്റ്റ് ഇക്കോണമിസ്റ്റ് ഓഫ് ഹ്യൂമൻ ഫ്രീഡം. അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റിയെ പറ്റിയുള്ള പുസ്തകം വളരെ കൗതുകത്തോടുകൂടിയാണ് ഞാൻ വായിച്ചത്. ദി പൊളിറ്റിക്സ് ഓഫ് ഐഡൻറ്റിറ്റി. അതിനകത്ത് സ്വാതന്ത്ര്യത്തെ പറ്റിയും അദ്ദേഹത്തിൻ്റെ ഐഡിയ ഓഫ് ജസ്റ്റിസ് എന്ന പുസ്തകം, അത് വായിച്ച് എടുക്കാൻ അല്പം ക്ലേശമാണ്, ആസ്വാദ്യതയോടുകൂടെ വായിക്കുവാൻ അല്പം പ്രയാസമുള്ള പുസ്തകമാണ്. ജസ്റ്റിസിനെ പറ്റിയുള്ള, നീതിയെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകം. എന്നാൽ ഐഡൻറ്റിറ്റി ആൻഡ് പൊളിറ്റിക്സ്, വയലൻസ്, ആ പുസ്തകം വായിക്കാൻ വളരെ അനായാസമാണ്. ഇറ്റ് മേക്സ് എൻജോയബിൾ റീഡിങ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു രാജ്യത്തെ ബഹുഭൂരിപക്ഷം ആളുകളും പാവങ്ങളായാൽ അവർക്ക് സ്വാതന്ത്ര്യത്തെ പറ്റിയുള്ള വലിയ താല്പര്യമുണ്ടാകുകയില്ല. അതുകൊണ്ട് ജനം അടിമത്തത്തിൽ തന്നെ കഴിഞ്ഞു പോകും എന്ന ഒരു ചിന്ത ലോകത്തെമ്പാടും ഉണ്ടായിട്ടുണ്ട്. അത് അങ്ങനെ ചിന്തിക്കാത്ത ആളുകൾ ഇക്കാലത്തുണ്ടോ എന്ന് സംശയം തന്നെയാണ്. ഇനിയും അതോടുകൂടെ തന്നെ ഷെയ്ഖ് ഹസീന കാണിച്ച ഒരു അബദ്ധമെന്ന് പറയുന്നത്, എൻ്റെ അഭിപ്രായത്തിൽ, അപ്പോൾ അവർ ഈ 2020 ശേഷം അവലംബിച്ച പരിപാടികൾ 1980 തൊട്ട് 90 വരെ ആയിരുന്നുവെങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമായിരുന്നില്ല. കാരണം അന്ന് ബംഗ്ലാദേശിലെ ആളുകൾ ഇത്രമാത്രം സാമ്പത്തികമായ പുരോഗതി ആർജിച്ചവരായിരുന്നില്ല. മനുഷ്യർക്ക് അവരുടെ പട്ടിണിയൊക്കെ ഒന്ന് മാറി വിദ്യാഭ്യാസമൊക്കെ ലഭിച്ച് സാമാന്യ സുഖസൗകര്യത്തോടെ ജീവിക്കുമ്പോൾ അവർക്ക് മനുഷ്യ അന്തസ്സിനെപ്പറ്റി ബോധ്യമുണ്ടാകും. ആ ബോധ്യത്തിൽ അവർ പൂർവാധികമായി മനുഷ്യ സ്വാതന്ത്ര്യത്തിന് വില കൽപ്പിക്കും. അങ്ങനെ വില കൽപ്പിക്കുന്നത് കൊണ്ടാണ് സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്ന രാഷ്ട്രീയമായ സാഹചര്യങ്ങൾ കൃത്രിമമായി സൃഷ്ടിക്കുമ്പോൾ അതിനെപ്പറ്റി ഒരു ജനതയ്ക്ക് മുഴുവനും വലിയ എതിർപ്പും വെറുപ്പും ഉണ്ടാകുന്നു. എന്നാൽ വിദ്യാഭ്യാസമില്ലാതെ ജീവിത സാഹചര്യങ്ങളിൽ വഴിമുട്ടി നിൽക്കുന്ന ഒരു ജനം നാളെ 2 നേരത്തെ ആഹാരം കിട്ടുമോ എന്ന ചിന്താകുലത്തിലായിരിക്കുന്ന ഒരു ജനത്തിന് അങ്ങനെ സ്വാതന്ത്ര്യത്തെപ്പറ്റി വലിയ ബോധ്യമുണ്ടാകാൻ ഇടയില്ല. എന്നാൽ വ്യക്തിപരമായ അവിടെ എവിടെയും കാണുമില്ലെന്നല്ല ഞാൻ പറയുന്നത്. ഒരു ജനതയുടെ ആകമാനമായ കാഴ്ചപ്പാടിനെയും മൂല്യബോധങ്ങളെപ്പറ്റിയുമാണ് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ആ ദാഹങ്ങളെപ്പറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ജനായത്ത ഭരണത്തെപ്പറ്റി നമുക്ക് ഉണ്ടാകേണ്ട ചില അറിവുകൾ ഈ സംഭവത്തിൽ കൂടെ നമ്മെ തുറിച്ച് നോക്കുന്നുണ്ട് എന്ന് മാത്രം ഞാനത് സൂചിപ്പിക്കും. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നാം നമ്മുടെ വിദേശ നയത്തിൻ്റെ ഭാഗമായി ബംഗ്ലാദേശിൽ വലിയ വലിയ താല്പര്യങ്ങൾ കാണിച്ചിരുന്നു, വളരെയധികം ഇൻവെസ്റ്റ്മെൻറ്റും നടത്തിയിരുന്നു. ഇതിനു മുൻപ് നാം അഫ്ഗാനിസ്ഥാനിൽ ഇതേ പരിപാടി നടത്തിയിരുന്നു. വളരെയധികം ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ബംഗ്ലാദേശിൽ നടത്തിയിരുന്നു. അങ്ങനെ നടത്താൻ കാരണം നല്ല ഉദ്ദേശത്തോടുകൂടെ തന്നെയാണ്. കാരണം അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങളുടെ വിശ്വാസവും പ്രീതിയും ആർജിക്കുക, നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊരു അയൽ രാജ്യമായതുകൊണ്ട് നമുക്ക് ഗുണം ചെയ്യുന്നതാണ് എന്ന നല്ല ഒരു കണക്ക് കൂട്ടലാണ് അത് ചെയ്തത്. അതിനെ ഞാൻ കുറ്റം പറയുകയല്ല. വളരെയധികം ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ അഫ്ഗാനിസ്ഥാനിൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ പെട്ടെന്ന് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം മാറിമറിഞ്ഞ് അമേരിക്കൻ നിയന്ത്രണം വിട്ട് താലിബാൻ അവിടുത്തെ ഭരണം പൂർണ്ണമായി കൈയാളിയ ശേഷം നമുക്ക് തികച്ച പരാജയമാണ് ഉണ്ടായിട്ടുള്ളത്. അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഭാരതം ഇന്ന് ഒരു അഡ്രസ്സില്ലാത്ത ഒരവസ്ഥയിലാണ്. വി ആർ എ നോൺ എൻറ്റിറ്റി ആസ് ഫാർ ആസ് Afghanistan is concerned.
അപ്പോൾ അവിടെ നമ്മൾ പരാജയം ഏറ്റുവാങ്ങി. നമ്മുടെ അയൽ രാജ്യങ്ങൾ മുഴുവനും വാസ്തവത്തിൽ നമുക്കെതിരാണ്. ശ്രീലങ്ക പോലും നമ്മളോട് വലിയ മമതയിലല്ല. ലോകത്തിലെ ഏക ഹിന്ദു രാഷ്ട്രമായ നേപ്പാൾ, ലോകത്തിലൊറ്റ ഹിന്ദു രാഷ്ട്രമേ ഉള്ളത് നേപ്പാളാണ്, നേപ്പാൾ, അതുപോലും നമ്മളോട് പരുഷത്തിലാണ്. പിന്നെ മയന്മാറായി, പിന്നെ ബാംഗ്ലാദേശാണ് ആകെ നമുക്ക് പറയാനുണ്ടായിരുന്നത്, അതും പോയി. അപ്പോൾ ഇത് നമ്മുടെ വിദേശ നയത്തെ എപ്രകാരമാണ് ചിത്രീകരിക്കുന്നത്, നമ്മുടെ വിദേശ നയത്തെപ്പറ്റി നമുക്ക് ഒന്ന് പുനർചിന്തിക്കേണ്ട, വിചിന്തനം ചെയ്യേണ്ട ആവശ്യമില്ലയോ എന്ന ഒരു ചോദ്യം ഇവിടെ പൊന്തി വരുന്നുണ്ട്. അത് സംബന്ധമായ 1-2 വാക്കുകൾ പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതായിരിക്കും. എൻ്റെ എളിയ അഭിപ്രായത്തിൽ, ഏറ്റവും എളിയ അഭിപ്രായത്തിൽ, വിദേശ നയത്തെപ്പറ്റിയുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ ഒരു ചെറിയ മാറ്റം വരുത്തേണ്ട ആവശ്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ഇപ്പോഴത്തെ സമീപനം ഒരു തെറ്റിദ്ധാരണയിൽ വേരൂന്നി നിൽക്കുന്നതാണ്. എന്താണ് തെറ്റിദ്ധാരണ? ലോകരാഷ്ട്രങ്ങളുടെ മധ്യത്തിൽ ഭാരതത്തിന് അർഹിക്കുന്ന സ്വാധീനവും ബഹുമാനവും പ്രാപിക്കേണ്ടതിന് നാം അവലംബിക്കേണ്ട സമീപനം എന്താണ്? ഈ ഒരു മേഖലയിൽ നമ്മുടെ പ്രൈം മിനിസ്റ്ററായ നരേന്ദ്രമോദി നന്നേ അധ്വാനിച്ചിട്ടുണ്ട്, അധ്വാനിക്കുന്നുണ്ട്, യാതൊരു സംശയമില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യുവാൻ താല്പര്യപ്പെടുന്നില്ല. എന്നാൽ അതിലെത്രമാത്രം വിജയിക്കുന്നുണ്ട് എന്നത് ചിന്തിക്കുവാൻ ഒരു പൗരനെന്ന നിലയിൽ ഞാൻ ബാധ്യസ്ഥനാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ദയവായി നിങ്ങൾ തിരുത്തുക. ക്ഷമിക്കണമെന്നല്ല ഞാനീ പറയുന്നത്, തിരുത്തണം. കാരണം ഏതെങ്കിലും വിധത്തിലുള്ള ഒരു തെറ്റിദ്ധാരണയോ മുൻവിധിയോ പ്രെജുഡിസോ വെച്ച് പുലർത്തുന്നത് കൊണ്ട് എനിക്കോ നിങ്ങൾക്കോ ലോകത്തിൽ ആർക്കുമോ ഒരു കാലത്തും പ്രയോജനം ഉണ്ടാകുകയില്ല. സത്യം മാത്രമാണ് നന്മ ചെയ്യുവാൻ പര്യാപ്തമായ ഘടകം. ത്രിശങ്കു സ്വർഗത്തിൽ അല്ലെങ്കിൽ ചില കാൽപ്പനിക ലോകത്തിൽ വസിക്കുന്നത് കൊണ്ട് നഷ്ടമല്ലാതെ ഒരു നേട്ടവും ആർക്കും ഉണ്ടാകുകയില്ല എന്നത് സ്പഷ്ടമാണ്. ഞാനത് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ദയവായി തിരുത്തുക. എൻ്റെ ലളിതമായ വിനയപൂർണമായ വിലയിരുത്തലിൽ നാം വിദേശ നയം, ഫോറിൻ പോളിസി രൂപീകരിച്ചിരിക്കുന്നു. അത് സംബന്ധമായി വളരെ കാര്യക്ഷമമായി വലിയ തോതിൽ വളരെയധികം പണം ചിലവ് ചെയ്ത് തന്നെ നാം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. സമർത്ഥനായ ഒരു വിദേശകാര്യമന്ത്രി നമുക്കുണ്ട് എന്നാണ് സങ്കല്പം. അദ്ദേഹത്തിന് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജുമായി ഒരു കാലത്ത് ബന്ധമുണ്ടായിരുന്നു, JNUമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അതൊന്നും ഇവിടെ പ്രസക്തമല്ല. ജയശങ്കർ. എന്നാൽ വിദേശ നയം മോദി സർക്കാരിൻ്റെ ഒരു വലിയ വിജയമായി കഴിഞ്ഞ 10 വർഷമായി എടുത്ത് കാട്ടുന്നുണ്ടെങ്കിലും നാം വസ്തുനിഷ്ഠമായി ഒന്ന് പരിശോധിച്ചാൽ അതിന് വലിയ കഴമ്പില്ല എന്ന നിഗമനത്തിൽ എത്തിച്ചേരുമെന്നതാണ് ഈ എളിയവൻ്റെ അഭിപ്രായം. ഈ അടുത്ത കാലത്ത് വളരെ സീനിയറായിട്ടുള്ളൊരു BJP നേതാവ് എന്നോട് എടുത്തു പറഞ്ഞത് മോദി സർക്കാരിൻ്റെ നേട്ടങ്ങളിൽ ഏറ്റവും അഗ്രഗണ്യമായത് നമ്മുടെ ഫോറിൻ പോളിസിയാണ്. ഭാരതത്തിന് ലോകരാഷ്ട്രങ്ങളുടെ കണ്ണിൽ ഒരു വലിയ സ്ഥാനമുണ്ടാക്കി കൊടുക്കുവാൻ, ബഹുമാനം ആർജിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞത് ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. പക്ഷേ ആ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് വിയോജിക്കുകയാണുണ്ടായത്. കാരണം ഒരു രാഷ്ട്രത്തിൻ്റെ ലോക സ്റ്റേജിലുള്ള ബഹുമാനം അളക്കേണ്ടത് ലോക പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ ആ രാഷ്ട്രം നടത്തുന്ന ഇടപെടലുകളും ആ ഇടപെടലുകളുടെ ഇഫക്റ്റീവ്നെസ്സും പരിഗണിച്ചുകൊണ്ടാണ്. ഇപ്പോൾ നിലവിലിരിക്കുന്ന 2 വലിയ പ്രതിസന്ധിയാണ്. ആദ്യം
റഷ്യ യുക്രൈൻ യുദ്ധം, 2 ഗാസ ഇസ്രയേൽ കോൺഫ്ലിക്റ്റ്, ഹമാസ് ഇസ്രയേൽ കോൺഫ്ലിക്റ്റ്. ഈ 2 സുപ്രധാനമായ പ്രശ്നങ്ങളിലും ഭാരതത്തിന് ഒരു വിധത്തിലുള്ള ഒരു ഇടപെടൽ നടത്താനും കഴിഞ്ഞില്ല എന്ന് നമുക്കറിയാം. എന്നാൽ ഇത് പറയുമ്പോൾ പലർക്കും എന്നോട് ദേഷ്യമുണ്ടാകുമെങ്കിലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ സമയത്ത് പണ്ട് ജവഹർലാൽ നെഹ്റു ആയിരുന്നു നമ്മുടെ പ്രൈം മിനിസ്റ്റർ എങ്കിൽ തീർച്ചയായും വ്യത്യസ്തമായ ഒരു നിലപാടും ഒരു സ്വീകരണവും ആയിരിക്കും ഉണ്ടാകുക എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഭാരതം നെഹ്റുവിൻ്റെ കാലത്ത് സാമ്പത്തിക ശക്തി ആയിരുന്നില്ല, സൈനിക ശക്തി ആയിരുന്നില്ല, നമുക്ക് ഒന്നുമില്ലായിരുന്നു. എങ്കിലും ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെ മാഹാത്മ്യം കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളും ലോകവീക്ഷണവും ലോകമെമ്പാടും ആദരിച്ചത് കൊണ്ട്, നെഹ്റുവിൻ്റെ നിലപാടുകളും ഇടപെടലുകളും ലോകം ബഹുമാനിച്ചിരുന്നു എന്നത് ചരിത്ര സത്യമാണ്. ചരിത്രം മാറ്റിയെഴുതാൻ താല്പര്യമുള്ളവർ എഴുതട്ടെ. പക്ഷേ ഈ ചരിത്രം കണ്ണുകൊണ്ട് കണ്ട എന്നെ സംബന്ധിച്ചിടത്തോളം അത് മാറ്റി എഴുതാൻ സാധ്യമല്ല. അപ്പോൾ ആ ഒരു മാനദണ്ഡം വെച്ച് നോക്കുമ്പോൾ അതിന് സമാനമായ ഒരു സ്വീകരണമോ ബഹുമാനമോ സ്വാധീനമോ പ്രാപിപ്പാൻ ഭാരതത്തിന് ഇന്ന് സാധ്യമാകുന്നില്ല എന്നത് വളരെ സ്പഷ്ടമായ യാഥാർത്ഥ്യമാണ്. ഇത് ഞാൻ പറയുന്നത് നമ്മുടെ രാജ്യത്തെ കൊച്ചാക്കാനല്ല. ഭാരതത്തിന് ഏറ്റവും ആദരണീയമായ ഒരു സ്ഥാനം ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ ദേശസ്നേഹത്തിൻ്റെ നെറ്റിപ്പട്ടം ഒട്ടിച്ചുകൊണ്ട് നടക്കുന്നില്ല എങ്കിലും ആജീവനാന്തം സർവ്വശക്തിയും ഉപയോഗിച്ച് രാഷ്ട്രത്തിന് നന്മയ്ക്ക് വേണ്ടി സേവനം ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് വിദേശത്ത് സെറ്റിൽ ചെയ്യാനായിട്ട് എനിക്ക് നല്ല അവസരങ്ങൾ ലഭിച്ചിട്ടും ഞാൻ പോകാതെ ഭാരതത്തിൽ തന്നെ എൻ്റെ ജീവിതകാലം മുഴുവനും ഒഴിഞ്ഞു വെച്ച് നിസ്വാർത്ഥമായ സേവനം ചെയ്യുവാനിടയായത്. അതാണ് ദേശഭക്തിയുടെ ഒരു സ്വഭാവം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ ഇപ്പോഴങ്ങനെയല്ല. ദേശഭക്തി നാവിൽ മാത്രം മതി, പ്രവൃത്തിയിൽ വേണ്ട എന്ന ഒരു ചിന്താഗതിയാണ് കൂടുതൽ പ്രബലപ്പെട്ടു വരുന്നത് നമുക്കറിയാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നെഹ്റുവിന് ലോകരാഷ്ട്രങ്ങളുടെ മധ്യത്തിലുണ്ടായിരുന്ന ആദരവും സ്ഥാനവും സ്വീകാര്യതയും നമുക്ക് ഇന്നില്ല എന്നതിൻ്റെ കാരണം നാം മനസ്സിലാക്കണം. അതിൻ്റെ കാരണം ഭാരതം എന്ന് പറയുന്ന രാഷ്ട്രത്തിന് അന്ന് ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ബഹുമാനം ലഭിക്കത്തക്ക ആദർശഭരിതമായ ഒരു നല്ല ഇമേജ് ഉണ്ടായിരുന്നു. ഭാരതം എന്ന രാഷ്ട്രം ചില സാർവലൗകിക ആധ്യാത്മിക മൂല്യങ്ങളെയും ആദർശങ്ങളെയും മാനിക്കുന്നവരും അതിനനുസരിച്ച് ഒരു രാഷ്ട്രത്തിൻ്റെ പൊതുവായ ജീവിതത്തെ ക്രമീകരിക്കുവാൻ കൂട്ടാക്കുന്നവരുമാണ് എന്ന ഒരു ധാരണ ലോകത്തെമ്പാടും വളരെ ശക്തമായി നിലനിന്നിരുന്നു. ഇത് പല രാജ്യങ്ങളിലും സന്ദർശിച്ച് അവിടുത്തെ ജനങ്ങളുമായി ഇടപഴകിയതിൽ കൂടെ എനിക്ക് വ്യക്തിപരമായി പോലും അറിയാവുന്ന കാര്യമാണ്. നമുക്കൊന്നുമില്ലായിരുന്ന കാലഘട്ടത്തിലും ഭാരതീയൻ എന്ന നിലയിൽ ഞാൻ അർഹിക്കാത്ത വിധത്തിലുള്ള സ്വീകാര്യതയും ബഹുമാനവും ഞാൻ പോയിടത്തെല്ലാം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏക കാരണം ഞാൻ ഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും നാട്ടിൽ നിന്ന് വന്നവനാണ്. ആ നാട്ടിൽ ആധ്യാത്മിക ധാർമ്മിക മൂല്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. സാമ്പത്തികമായ വളർച്ചയില്ലെങ്കിലും മാനുഷികമായ വളർച്ച അവർക്കുണ്ട്. അത് വലിയ വിലയേറിയ ഒരു നേട്ടമാണ് എന്ന് ആളുകൾ കരുതിയത് കൊണ്ടാണ് അപ്രകാരമുള്ള ഒരു സ്വീകാര്യത നമുക്കുണ്ടായത്. എന്നാൽ അതിന് കാര്യമായ നഷ്ടം വന്നിട്ടുണ്ട്. എന്നാൽ നമുക്ക് മറ്റൊരു സ്വീകാര്യത ഉണ്ടായിട്ടുണ്ട്. അതായത് ഭാരതം ഒരു വലിയ കമ്പോളമാണെന്നും മാർക്കറ്റ് വലിയ കമ്പോളമാണെന്നും ഭാരതം അധികം നാൾ കഴിയുന്നതിന് മുൻപേ ഒരു സാമ്പത്തിക വൻ ശക്തിയാകുമെന്നും ഇക്കണോമിക് സൂപ്പർ പവർ ആകുമെന്നും ഭാരതത്തിന് ലോകത്തിൽ പലവിധമായ സ്വാധീനം ചെലുത്തുവാനുള്ള കേൾപ്പാർജിക്കാൻ സാധ്യതയുണ്ട് എന്നുമുള്ള ഒരു ധാരണ അത് ലോകം അംഗീകരിക്കുന്നുണ്ട്.
എന്നാൽ അതേസമയം തന്നെ മനുഷ്യരാശിയുടെ പ്രതിസന്ധി സന്ദർഭങ്ങളിൽ, സാഹചര്യങ്ങളിൽ ഭാരതത്തിന് അർത്ഥവത്തായ ഇടപെടലുകൾ നടത്തണമെങ്കിൽ ഈ പറയുന്ന ശക്തി കൊണ്ട് സാധ്യമല്ല. അത് ഇതിന് മുൻപുണ്ടായിരുന്ന, നമുക്ക് ലോകരാഷ്ട്രങ്ങളുടെ കണ്ണിൽ ബഹുമാനവും സ്വീകാര്യതയും നേടിത്തന്ന ഒരു ധാർമ്മിക ആധ്യാത്മിക സംസ്കാരം, അതിൽ നിന്ന് ഉടലെടുക്കുന്ന വ്യക്തിത്വത്തിൻ്റെ മാഹാത്മ്യം, അത് ലോക രാഷ്ട്രങ്ങളുടെ മധ്യത്തിൽ പ്രതിബിംബിപ്പിക്കാൻ പര്യാപ്തമായ വ്യക്തിത്വ മാഹാത്മ്യമുള്ള നേതൃത്വം, ഇവയുടെ ഒരു സമ്മേളനത്തിൽ കൂടെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഭാരതത്തിന് ലോകരാഷ്ട്രങ്ങളുടെ മധ്യത്തിൽ ഒരു സ്വീകാര്യതയും ബഹുമാനവും അംഗീകാരവും ലഭിച്ചിരുന്നത്. അത് ലോകരാഷ്ട്ര സാഹചര്യങ്ങളിൽ ഉണ്ടായിക്കൊണ്ടേയിരുന്ന പ്രതിസന്ധികളിൽ ഭാരതത്തിന് അർത്ഥവത്തായ ഒരു പങ്ക് വഹിക്കുവാൻ, ഇടപെടലുകൾ നടത്തുവാൻ ഉള്ള ധാർമ്മികമായ അധികാരം പകർന്നു കൊടുത്തുകൊണ്ടേയിരുന്നു എന്നത് നമുക്ക് അഭിമാനം നൽകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇന്ന് പ്രതിസന്ധികളുണ്ടാകുന്നുണ്ട്. പക്ഷേ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഭാരതം ഇടപെടണമെന്നും ഒരു സമാധാന സൃഷ്ടാവായി ഭാരതം പ്രവർത്തിക്കണമെന്നും ഭാരതത്തെപ്പറ്റി അപ്രകാരം ഒരു പ്രതീക്ഷ വച്ചു പുലർത്തുന്നുവെന്നും ആരും പറഞ്ഞ് ഞാൻ കേൾക്കുന്നില്ല. എന്നാൽ ഭാരതത്തെ ഉപയോഗിച്ച് തങ്ങളുടെ തന്ത്രത്തിന് വിധേയമാക്കി ഏതെങ്കിലും ഗുണഫലം കൊയ്യാമോ എന്ന് കൊതിച്ചു നിൽക്കുന്ന ഒരു അമേരിക്കയും, അതുപോലെ തന്നെ ഇപ്പുറത്ത് പുട്ടിനുമുണ്ട് എന്നല്ലാതെ നമ്മിൽ നിന്ന് ആധ്യാത്മിക, ധാർമ്മിക, സാംസ്കാരിക മേന്മയുടെ വെളിച്ചം കണ്ട് നമ്മെ ആദരിച്ച് അതിൽ കൂടെ മനുഷ്യജാതിക്ക് എന്തെങ്കിലും നന്മ വരും എന്ന പ്രതീക്ഷയിൽ നമ്മെ കാണുകയോ കരുതുകയോ ചെയ്യുന്നുണ്ടോ എന്ന് സംശയമാണ്. ഇല്ല എന്ന് ആധികാരികമായി പറയുവാൻ ഞാൻ ആളല്ല. എനിക്ക് മനസ്സിലായിടത്തോളം കാലം ഇതാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ഇപ്രകാരമുള്ളൊരു നേട്ടമുണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇടിവുണ്ടായത് എന്താണ്? അത് മാത്രം ഞാനൊന്ന് സൂചിപ്പിച്ചിട്ട് നിർത്താൻ പോവുകയാണ്. ഞാൻ പറയുന്നത്, ഇത് മനസ്സിലാക്കണമെങ്കിൽ നമുക്കൊരു ഉദാഹരണം പരിഗണിക്കാം. ഇപ്പോൾ ഒരു കുടുംബമുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കും. അവിടുത്തെ ഒരു വ്യക്തി വിദേശത്ത് പോയി വലിയ ശമ്പളമൊക്കെ ഉണ്ടായിരുന്നു, ഒരു 10-20 വർഷം ജോലി ചെയ്തു, നല്ലതായി സമൃദ്ധമായി ജീവിക്കാനുള്ള വകയും കൊണ്ട് തിരിച്ച് നാട്ടിൽ വന്നു, താമസമായി. വലിയ കെട്ടിടം, തക്കതായ സന്നാഹങ്ങൾ, ഉപകരണങ്ങൾ എല്ലാം ഉണ്ട്. പക്ഷേ ആ വീട്ടിലെന്നും കലഹമാണ്. അല്ലെങ്കിൽ പണമുള്ള മനുഷ്യൻ വെറും പീറത്തരമാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ അസന്മാർഗമായ വിധത്തിലാണ് കള്ളു കുടിച്ച് വഴിയെ നടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന് എന്തെല്ലാം നേട്ടമുണ്ടെങ്കിലും ആ സമൂഹത്തിൽ അദ്ദേഹത്തിന് ബഹുമാനം ലഭിക്കുക വളരെ അസാധ്യമാണ്. അദ്ദേഹത്തെ ആശ്രയിച്ച് നിൽക്കുന്ന ചിലർ അദ്ദേഹത്തെ പുകഴ്ത്തിയെന്നിരിക്കും, സാറേന്ന് വിളിച്ചെന്നിരിക്കും, കാണുമ്പോൾ മുണ്ട് ഒന്ന് കുത്തിയ ഉടുത്തിരുന്ന മുണ്ടൊന്ന് അഴിച്ചിട്ടെന്നിരിക്കും, മുഴുവനുമില്ല, കുറച്ച് ഭാഗം. അല്ലാതെ അദ്ദേഹത്തെ ആത്മാർത്ഥമായി ബഹുമാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയില്ലെന്നറിയാം. അതുകൊണ്ട് ഭാരതത്തിന് യഥാർത്ഥത്തിൽ ലോകരാഷ്ട്രങ്ങളുടെ മധ്യത്തിൽ ഇനിയും മുൻപോട്ടുള്ള കാലഘട്ടങ്ങളിൽ ഭാരതം യഥാർത്ഥത്തിൽ അർഹിക്കുന്ന ബഹുമാനപുരസ്സരമായ ഒരു സ്ഥാനം, അതിനോടനുബന്ധമായ ഇടപെടലുകൾ നടത്തുവാനിടയാകണമെങ്കിൽ നമ്മുടെ ആഭ്യന്തരമായ കാര്യങ്ങൾ കുറച്ചുകൂടെ ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്. ഭരണഘടനാപരമായ മൂല്യങ്ങൾ, പാർട്ടി വ്യത്യാസമെന്നേ, അല്ലെങ്കിൽ പലതരത്തിലുള്ള ചെരിവുകൾക്കപ്പുറമായി എല്ലാ പൗരന്മാർക്കും ലഭിക്കേണ്ട അവകാശവും സംരക്ഷണവും അവസരങ്ങളും, ഈക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയും, എല്ലാവരെയും ഒരുപോലെ കരുതുകയും ഒരു രാഷ്ട്രത്തിൻ്റെ ജനതയുടെ സാധ്യതകളെ ആ രാഷ്ട്രത്തിൻ്റെ തന്നെ വളർച്ചയുടെ സമ്പത്തായി കണ്ട് അവയെ മുഴുവനും വളർത്തി
പൂർണ്ണ തോതിലൊരു രാഷ്ട്രത്തിൻ്റെ വികസനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ തക്കതായ വീക്ഷണമുള്ള നേതൃത്വം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ആ രാജ്യത്തിൻ്റെ ആന്തരികമായ ജീവിതത്തിന് പൂർവാധികമായ വീര്യം പ്രാപിക്കുകയും ആ യാഥാർത്ഥ്യം ലോകരാഷ്ട്രങ്ങൾ തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നാം അർഹിക്കുന്ന അംഗീകാരവും അവസരവും ലോക മഞ്ചിൽ, ദ സ്റ്റേജ് ഓഫ് ദ വേൾഡ്, നമുക്ക് ലഭിക്കുവാനിടയാണ്. അതല്ലാതെ നാം മറ്റ് രാഷ്ട്രങ്ങളുടെ മുമ്പിൽ എന്തെല്ലാം അഭ്യാസങ്ങൾ കാണിച്ചാലും, നമ്മുടെ വലിപ്പം എത്ര സമർത്ഥമായി എടുത്തു കാട്ടിയാലും, നമ്മുടെ ഭവനം അത് മാഹാത്മ്യമേറിയ സംസ്കാരം ഉൾക്കൊള്ളുന്നില്ല എങ്കിൽ, നമ്മുടെ ആന്തരികമായ രാജ്യത്തിൻ്റെ ആന്തരികമായ ജീവിതത്തിൽ വെളിച്ചം നിൽക്കുന്നില്ല എങ്കിൽ, അത് അന്ധകാരമയമാണെങ്കിൽ നാം മറ്റ് രാജ്യങ്ങളുടെ ഇടയിൽ പോയി എന്തെല്ലാം അഭ്യാസം കാണിച്ചാലും അതാരും കാര്യമായി എടുക്കയില്ല എന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് ഷെയ്ഖ് ഹസീനയുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ സൂചിപ്പിച്ചതുപോലെ അവർ മുഖാന്തരം ബംഗ്ലാദേശിന് വലിയ സാമ്പത്തികമായ നേട്ടമുണ്ടായിട്ടുണ്ടില്ല എന്നാരും പറയില്ല. പക്ഷേ അതുകൊണ്ടായില്ല. പണമല്ല വലുത്. ആത്യന്തികമായി ഒരു കാലഘട്ടം വരെ പണത്തിനും സാമ്പത്തികമായ പുരോഗതിക്കും വലിയ വില കൽപ്പിക്കും. പക്ഷേ അത് കഴിയുമ്പോൾ അതിന് വിലയില്ല എന്നായിത്തീരും. ഇത് ഭാരതത്തിൻ്റെ അനുഭവത്തിലും അന്വർത്ഥമാണ്. ഇപ്പോൾ 2024 ഇലക്ഷൻ നോക്കുമ്പോൾ ഡെവലപ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് 2014 തൊട്ട് 2024 വരെയുള്ള 10 വർഷത്തെ കാലഘട്ടത്തിൽ വളരെയധികം ജനപ്രീതി നേടിയ BJP മോദി സർക്കാർ 2024 വന്നപ്പോൾ അതിൻ്റെ ശോഭ നന്നേ മങ്ങിപ്പോയത് ഇതൊക്കെ സമാന്തരമായ സംഭവ വികാസങ്ങളാണ് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഏതായാലും ഈ ഒരു സംഭവം ആരംഭിച്ചിട്ടേ ഉള്ളൂ. അതിനിയും മുൻപോട്ട് പോകേണ്ടിയിരിക്കുന്നു. നിങ്ങൾ കൂടുതലായി ശ്രദ്ധിച്ചതിൻ്റെ അംശങ്ങൾ മനസ്സിലാക്കുമെന്ന് എനിക്കറിയാം. അതിനൊരാരംഭം വിടാൻ വേണ്ടി മാത്രം ചില പ്രാഥമിക ചിന്തകൾ ഏവരുമായി പങ്കിട്ടുവെന്ന് മാത്രം. ഏവർക്കും എൻ്റെ നമസ്കാരം.